السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد الصادق الوعد الأمين صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، قال الله عز وجل: وما أرسلناك إلا رحمة للعالمين. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്തുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും തീർത്ത് സലാമത്തിന്റെ വഴികൾ തുറക്കണമേ. അല്ലാഹുവേ, ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ. അവിടുത്തെ കൈകൊണ്ട് കൗസർ പാനീയം കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർത്തു തരണേ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് പള്ളിപ്പറ്റു മന്തി ഉറങ്ങുന്നവർ എല്ലാവരും ഇതിന്റെ ഫിർദൗസിനെ ഒന്നിപ്പിക്കണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് ആശിഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം കണ്ട ഏറ്റവും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഒരു അനുഗ്രഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആശിഖീങ്ങളുടെ പെരുന്നാളാണ്, ആനന്ദത്തിന്റെ ദിവസമാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുതുബ നിർവഹിക്കുമ്പോൾ ചോദിച്ചു: മതസ്സാഅതു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാണ് അന്ത്യദിനം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബി വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നബി ചോദിച്ചു: മാഅലൈക സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അന്ത്യദിനത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത്? അപ്പോഴാണ് ആ സഹാബി പറഞ്ഞത്: നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കൂടുതൽ നിസ്കാരമില്ല, നോമ്പില്ല, ഞാൻ കൂടുതൽ ധർമ്മങ്ങൾ ചെയ്തവനുമല്ല, പക്ഷേ ഹുബ്ബുല്ലാഹി വ റസൂലിഹി, ഞാൻ അല്ലാഹുവിനെയും എൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി പറയേണ്ടത്, ആ സ്നേഹം കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല, നീ നിസ്കരിച്ചോ നോമ്പ് നോറ്റോ ഒന്നുമല്ല. നബി പറഞ്ഞത്, അൽ മർഉ മൻ അഹബ്ബ യൗമൽ ഖിയാമ, ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കുന്ന പരലോകത്തുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിയെ സ്നേഹിച്ചാൽ അതാണ് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുജി വജുകൽ വല്ലാഹു ഹുജ്ജതുനാ يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسرد بيتا أنت ساكنه. നബിയേ, നിങ്ങളൊരു വീട്ടിൽ കിടന്നാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹൃദയത്തിൽ കടന്നുകൂടിയാൽ എന്നാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ബൈതൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഇന്ന കൽബൻ എന്ന് കൂടിയുണ്ട്. ഇന്ന ബൈതൻ, നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയാൽ പിന്നെ ആ ഹൃദയത്തിന് വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഏത് വൈതരണികളെയും ഈ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും പ്രതിസന്ധികൾ മറികടക്കാൻ സിറാജുൽ മുനീറായ നബിയുടെ വെളിച്ചം തന്നെ ധാരാളമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഹൃദയത്തിലുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ലോകത്തും രക്ഷപ്പെട്ടു. നിസ്കാരം നോമ്പെല്ലാം അതെല്ലാം ഹുബ്ബിന് പുറത്താണ്. ആർക്കാണോ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുള്ളത്
ആ സ്നേഹം കൊണ്ട് തന്നെ സ്വർഗത്തിലെത്താൻ കഴിയും. ആലോചിച്ച ഗുണങ്ങൾ. നിസ്കാരമില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിസ്കാരം തന്നെ നിർവഹിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. നോമ്പ് നിർവഹിക്കാൻ ഹറാമായ സമയങ്ങളുണ്ട്. സകാത്ത് വർഷത്തിൽ ഒരിക്കലേ കൊടുക്കേണ്ടതുള്ളൂ. ഹജ്ജ് 5 വർഷത്തിൽ 3-4 ദിവസമുള്ള. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹവും അവിടുത്തെ സ്വലാത്തിനും പരിധികളില്ല, പരിമിതികളില്ല, നിയന്ത്രണങ്ങളില്ല. ഏത് സമയത്തും ആ റസൂലിന്റെ സ്വലാത്ത് നമുക്ക് ചെല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ചെറുപ്പക്കാരെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമില്ലാതെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആളാണല്ലോ നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിസ്കരിച്ചപ്പോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽ നിസ്കരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ തൊട്ട് പിന്നിൽ നിസ്കരിച്ച ആളുടെ പേരാണ് ഉബയ്യ് ഇബ്നു സലൂൽ. ആരാണ് ഉബയ്യ് ഇബ്നു സലൂൽ? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇമാമത്ത് നിൽക്കാൻ വരുന്ന സമയത്ത് ഉബയ്യ് ഇബ്നു സലൂൽ മദീന പള്ളിയിൽ പറയുമത്രേ, പുണ്യനബി വരുന്നുണ്ട്, സഫുകൾ ശരിയാക്കൂ, സഫുകൾ ശരിയാക്കൂ എന്ന് പറയുന്ന ആളായിരുന്നു. പുണ്യനബിയുടെ അടുത്ത മുഹിബ്ബായിട്ട് അഭിനയിച്ച ആളായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മാബൈന വൈചയ്യ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിൻബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ളവൻ, ലോകത്തെ ഏറ്റവും വലിയ രാജകുമാരൻ ഏറ്റവും നടന്ന മണ്ണാണ് ആ മണ്ണ്. അതുകൊണ്ട് ആ സ്ഥലം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിസ്കരിച്ച മനുഷ്യന്റെ പേരാണ് ഉബയ്യ് ഇബ്നു സലൂൽ. പുണ്യനബിയോടുകൂടെ യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ്, നോമ്പ് നോറ്റയാളാണ്. പക്ഷെ ആ മനുഷ്യൻ മരിച്ചപ്പോഴാണ് വാനലോകത്തിൽ നിന്ന് ജിബ്രീൽ ചിറകടിച്ച് പറന്നു വന്നത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ആ മനുഷ്യൻ നരകത്തിന്റെ 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും നബിയേ ആ മനുഷ്യനിക്ക് ഞാൻ പുറത്തു കൊടുക്കില്ല. ആ മനുഷ്യൻ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണെന്ന് ഉബയ്യ് ഇബ്നു സലൂലിനെ കുറിച്ച് ഖുർആൻ വാനലോകത്തിൽ നിന്ന് അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു. എന്താണ് വ്യത്യാസം അറിയോ? ഇവിടെ മുഹമ്മദ് നബി ഇല്ലായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു അദ്ദേഹം കപട വിശ്വാസിയാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഹബീബില്ല. അതാണ് ഹൃദയത്തിൽ ആരുടെ ഹൃദയത്തിലാണോ പുണ്യനബി കയറിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ നരകം പേടിക്കും. ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി ഓടുന്ന സമയത്ത് അങ്ങയുടെ ജ്വലിക്കുന്ന മുഖം മാത്രമാണ് എന്റെ പ്രതീക്ഷ നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് ആ ഉണ്ടെങ്കിൽ മാത്രമേ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പുണ്യനബി പറയുന്നുണ്ട് ഫാത്തിമ ബീവിയോട്, ഫാത്തിമ വഫാത്തിന്റെ സമയത്ത് പറയുന്നുണ്ട്, ഫാത്തിമ നാളെ സ്വർഗത്തിലേക്ക് സ്ത്രീകൾ ജാതജാതനായിട്ട് വരുമ്പോ അതിന്റെ മുന്നിൽ കൊടി പിടിച്ചുകൊണ്ട് നീയും നിന്റെ മാതാവായ ഖദീജയും ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. നീയും നിന്റെ മാതാവായ ഖദീജയും ഉണ്ടാകും. ഏത് ഖദീജയാണെന്നറിയോ? റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി ഒരു റക്അത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, ഒരു ഫർദ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പോലും നോറ്റിട്ടില്ല, ഒരു ഹജ്ജ് പോലും നിർവഹിച്ചിട്ടില്ല, ഖുർആൻ പോലും പൂർത്തീകരിച്ചിട്ടില്ല. ആ ഖദീജ ബീവി സ്വർഗ്ഗം ചവിട്ടാതെ ലോകത്തിന് പെൺകുട്ടിക്കും സ്വർഗ്ഗം ചവിട്ടാൻ കഴിയില്ലെന്ന് 63 വർഷം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കളവ് പറയാത്ത സ്വാദിഖുൽ വഅദുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് ഖദീജ ബീവിക്ക് സ്വർഗ്ഗം കിട്ടിയെന്നറിയോ? ബിമഹബ്ബത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന് ജീവൻ സമർപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പ്രണയമാണ് ഹൃദയം. അല്ലാഹുവിന്റെ റസൂലിന് സ്നേഹമുണ്ടോ? ഒരിക്കലും നരകം തൊടില്ല, ഒരിക്കലും നരകം തൊടില്ല. ഏറ്റവും വലിയ കർമ്മമാണല്ലോ നിസ്കാരം.
ആ നിസ്കാരക്കാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അവസാനം പറഞ്ഞതെന്താ? വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകമെന്ന് പറഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവർക്ക് നരകമുണ്ടെന്നൊരു ഹദീസ് എവിടെയെങ്കിലും കാണാൻ കഴിയോ? മൻ അഹബ്ബ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബഹുല്ലാഹ്, അവൻ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. മൻ അഹബ്ബ ഹുസൈനൻ, പുണ്യനബിയെ പോലുമല്ല, മൻ അഹബ്ബ ഹുസൈനൻ, ആരെങ്കിലും എന്റെ പേരാകനായ ഫാത്തിമയുടെ മകനായ ഹുസൈൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബഹുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പൊരുത്തവുമായി കടന്നുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ആരെങ്കിലും ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ ഫാത്തിമയെയും ഫാത്തിമ ഇഷ്ടപ്പെടുന്നവരെയും നരകം പേടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഇവിടെയാണ് ദീനിന്റെ അടിസ്ഥാനം. അത് പുണ്യനബിയോടുള്ള പ്രണയമാണ് ദീനിന്റെ ഫണ്ടമെന്റ്. ദീനിന്റെ അടിസ്ഥാനം എവിടെയാണ്? പുണ്യനബിയോടുള്ള സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലാതെ ഒന്നുമില്ല. അതാണ് പുണ്യനബി പറയുന്നത്, ലാ യമസ്സുന്നാർ ലാ യദ്ഖുലുന്നാർ മൻ റആനി വമൻ റആ മൻ റആനി, എന്നെ കണ്ടവരാരും ലാ യദ്ഖുലുന്നാർ മൻ റആനി, എന്നെ മുസ്ലിമായിട്ട് ഈമാനോടുകൂടി ഒരു സെക്കൻഡ് ആരാണോ എന്നെ കണ്ടത് അവൻ നരകം പേടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നെ കണ്ടവരെയും നരകം പേടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. എന്താണ്, ആരാണ് മുഹമ്മദ് നബി? പുണ്യനബിയുടെ സെക്കൻഡിൽ മനുഷ്യൻ കണ്ടാൽ റിപ്പോർട്ടിൽ നരകം ആ മനുഷ്യനെ പേടിക്കും, തൊടുകയില്ലെന്ന് റസൂലുള്ളാഹ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് സാധാരണക്കാരനാകുക? ഈ മനുഷ്യൻ എങ്ങനെയാണ് സാധാരണക്കാരനാകുക? ആ മനുഷ്യൻ ഒരു സെക്കൻഡ് കണ്ടാൽ നരകം പേടിക്കും ആ മനുഷ്യനെ. ആ മനുഷ്യനെ കണ്ടവരെ പോലും നരകം പേടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അതുകൊണ്ട് ആ റസൂലിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക. ഹൃദയത്തിൽ നബി അങ്ങയുടെ വസീലയല്ലാതെ നാളെ രക്ഷപ്പെടാൻ എന്താണ് വഴി? അതുകൊണ്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കൂടിയുണ്ട്, ആരെങ്കിലും അല്ലാഹു റസൂലിനെ കണ്ടാൽ അവനെ നരകം പേടിക്കും. സ്വപ്നത്തിലെങ്കിലും കണ്ടുകിട്ടിയാൽ ആ മനുഷ്യനെ നരകം പേടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തൗഫീഖ് തരട്ടെ. ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ് എന്റെ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ആ നബി ഒരു തവണ സ്വപ്നത്തിൽ എന്ന് കണ്ടുകിട്ടിയാൽ ആ മനുഷ്യനെ നരകം പേടിക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുമ്പിനെ ആ റസൂലിനെ സ്നേഹിക്കല്ലാതെ സ്വർഗ്ഗം കിട്ടാൻ ഒരു വഴിയേ ഇല്ലെന്ന് മനസ്സിലാക്കണം. ആ റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹൃദയം ആ റസൂൽ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ മനുഷ്യൻ ജീവിച്ചു, ആ മനുഷ്യൻ വിജയിച്ചു. ഒരുത്തന്റെ അഭിലാഷം മുഹമ്മദ് നബിയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരുത്തന്റെ ആഗ്രഹം മുഹമ്മദ് നബിയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? മനോഹരമാണ്. ഫാസ എന്ന പദപ്രയോഗം ഖുർആൻ എവിടെയാ പറഞ്ഞെന്നറിയോ? അന്തിമ വിജയം, സാക്ഷരമായ വിജയം പ്രയോഗിച്ചിടത്ത് മുഴുവൻ ഫാസ എന്ന പദപ്രയോഗമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫാസ എന്ന പദപ്രയോഗം ഖുർആൻ പറഞ്ഞത് അന്തിമ വിജയത്തിന് വേണ്ടിയാണ്. കവി അതേ വാക്ക് തന്നെ ഉപയോഗിച്ചു.
ആരുടെ ആഗ്രഹങ്ങളാണോ പുണ്യനബിയായത് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ ചേർക്കട്ടെ. പുണ്യനബി പറയുകയാണ്, അബൂ ലഹബ് ഖുർആൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണല്ലോ അബൂ ലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ആളാണ്. ഖുർആൻ അങ്ങനെ പേരെടുക്കാതെ വിമർശിക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും റെസ്പെക്റ്റ് ആയിട്ടുള്ള, അത്രയും മാന്യമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഏറ്റവും മാന്യമായ ഖുർആനാണ്. ഖുർആൻ വളരെ മാന്യമായ ഗ്രന്ഥമാണ്. പക്ഷേ ആ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച വ്യക്തിയുണ്ട്. അത് പുണ്യ നബിയുടെ ആപ്പയായ അബൂ ലഹബാണ്. അബൂ ലഹബ് നശിച്ചു പോകട്ടെ എന്നാണ് അതിനർത്ഥം. ആ അബൂ ലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിലാണ് അബൂ ലഹബ്. ആ നരകത്തിലുള്ള അബൂ ലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ച ദിവസവും സ്വർഗത്തിൽ ഒരു പാനീയം കുടിപ്പിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്താണ് കാരണം എന്നറിയോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ തന്റെ അടിമയായ സുഹൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന തന്റെ അടിമ പെണ്ണിനെ സന്തോഷാധിക്യത്താൽ മോചിപ്പിച്ചത് കാരണമായിട്ട് അബൂ ലഹബിന് പോലും നരകത്തിന് ശിക്ഷകളുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഖുർആൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് അബൂ ലഹബ്. ആ അബൂ ലഹബിന് പോലും തിങ്കളാഴ്ച ദിവസം സ്വർഗത്തിലെ പാനീയം കുടിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുക. ആ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയുക. ആ റസൂൽ ഇവിടെ ഉണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം വിജയിച്ചു. എവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി സമയത്തും മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഭാര്യ മക്കൾ ഇങ്ങനെ ചുറ്റുഭാഗത്തിൽ നിന്ന് കരയുകയാണ്. ബിലാലെ, അങ്ങയുടെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ആ സമയത്ത് മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ നാളെ എന്റെ കൂട്ടുകാരനായ ഹബീബായ റസൂലുള്ളാഹ് പുണ്യനബിയെ കാണാൻ പോവുകയല്ലേ. എന്താനന്ദമേ എന്താനന്ദമേ എന്ന് സന്തോഷാധിക്യത്താൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര പറഞ്ഞു പോയതെങ്കിൽ ബിലാലിന്റെ ഹൃദയം മുഴുവൻ പുണ്യനബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അതാണ് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണ്. ഇന്നലികുല്ലി നബിയ്യും റഫീഖും ഫിൽ ജന്നാ. എല്ലാ ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഇഷ്ടപ്പെട്ട ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ടാകും. വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞു. അവിടുത്തെ വീട് വളഞ്ഞപ്പോൾ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ ഇഷ്ടപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകണം, നിങ്ങൾ നാട് വിടണം, നാട് വിട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്ന്. ആ സമയത്ത് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ നാളെ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് നോമ്പ് തുറക്കാൻ ഞാൻ എന്റെ ഹബീബിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ അടിയുറച്ചു നിന്നുവെങ്കിൽ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹൃദയം മുഴുവൻ പുണ്യനബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിന്റെ ആര്യമായി മാറണം. ജീവിതത്തിലും മരണത്തിലും ഒരിക്കലും നമ്മളെ കൈവടിയാത്ത പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് മുഅ്മിനെ നമ്മുടെ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ ദിവസമാണ്. ആ റസൂലിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ റസൂലിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളിൽ, ആ റസൂലിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ എല്ലാം നമുക്ക് നാളെ വിജയത്തിന്റെ വഴികളാണ്. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്താലും അത് ഏറ്റവും വലിയ വിജയത്തിന്റെ വഴികളാണെന്ന് സഹാബത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഏറ്റവും വലിയ അഭിനന്ദന്മാരായി പോയത് ആ വ്യക്തിത്വത്തെ പരിഗണന ചെയ്തുകൊണ്ടാണ്. ഇഷ്ടംപോലെ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ കഴിയും.
അതുകൊണ്ട് ആ പുണ്യ നബിയാണ് നമ്മുടെ ജീവിത അഭിലാഷം. അതാണ് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. യാ സയ്യിദ സാദാത്, ഏ നേതാക്കന്മാരുടെ നേതാവേ, അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബിയെ ഞങ്ങൾ വരുന്നത്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി അർജു ഹിമാക, നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശപ്പെടുത്തല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ രക്ഷപ്പെടാൻ ഒരു വാതിലുള്ളത് ഹബീബായ റസൂൽ എന്ന വാതിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഉമ്മത്തിന് വേണ്ടി വാദിക്കാൻ, നാളെ സിറാത്ത് പാലത്തിൽ 70,000 വർഷം കാത്തു നിൽക്കുന്ന ഒരു ലോകനായകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം മുഴുവൻ ആ റസൂലാവണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കണം. അങ്ങനെയാണ് മഹാന്മാർ വിജയിച്ചു പോയത്. ആ ഒരർത്ഥത്തിൽ പുണ്യ നബിയെ സ്നേഹിക്കാനും, ആ ഹൃദയത്തോട് ആ റസൂലിനെ ചേർത്ത് വെക്കാനും, ആ റസൂലിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ റസൂലിനെ അവസാനമായിട്ട് അല്ലാഹുവേ മനാമിലെങ്കിലും സ്വപ്നത്തെങ്കിലും ആ റസൂലിനെ കാണാൻ അല്ലാഹുവേ നമുക്ക് തൗഫീഖ് നൽകണമേ. ആ റസൂലിനെ സ്നേഹിക്കുന്ന അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിലേക്ക് മാറുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ അവിടുത്തെ ഹൗദുൽ കൗസർ അവിടുത്തെ കൈകൊണ്ട് വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. അവിടത്തോടൊപ്പം നാളെ ഞങ്ങൾ എല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ റബ്ബൽ